ബി.ജെ.പിക്കാര് മുഖമില്ലാത്ത പ്രൊഫൈലുകൾ കൂടി ലോക്ക് ചെയ്ത പ്രൊഫൈലിൽ കൂടി കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്നില്ല? അവരോട് പറയാനുള്ളത്, ഇത്തരം ഈ ഇലക്ഷൻ ലിസ്റ്റിലെ ക്രമക്കേട് 30 ദിവസത്തിനുള്ളിൽ പരാതി കൊടുത്തിരിക്കണം എന്നാണ് ഇന്ത്യയിലെ നിയമം. ഡിക്ലറേഷൻ കൊടുത്തിരിക്കണം, ഓത്ത് കൊടുത്തിരിക്കണമെന്ന്. ഇത് രണ്ടും സാധ്യമല്ലാത്തതിനാൽ ഒരു വർഷത്തിനിപ്പുറം കൊണ്ടിട്ട് ഈ ഡിക്ലറേഷൻ കൊടുത്തതുകൊണ്ടോ പരാതി കൊടുത്തതുകൊണ്ടോ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, ഇലക്ഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹൈക്കോടതിയിലല്ലേ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്? ഈ തെളിവുകളുമായിട്ട് ഹൈക്കോടതിയിലേക്ക് പൊയ്ക്കൂടെ എന്ന് വ്യാപകമായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 45 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ ക്രമക്കേടുകളെ പറ്റി 45 ദിവസത്തിനുള്ളിൽ പരാതി കൊടുത്തിരിക്കണമെന്നാണ് ഇന്ത്യയിലെ ചട്ടം. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് അവിടെ പോയി പരാതി കൊടുത്താൽ ഇത് തള്ളിപ്പോകും. അപ്പൊ ഇത് രണ്ടും പ്രായോഗികമല്ല. ഓത്തു കൊടുക്കല്, പരാതി കൊടുക്കൽ ഒന്നും തന്നെ ഇന്ത്യയിൽ ഇപ്പൊ നിയമപ്രകാരം സാധ്യമല്ല. അപ്പോഴൊരു ചോദ്യം വരും, എന്തുകൊണ്ട് നിങ്ങൾ 45 ദിവസത്തിനുള്ളിൽ ഈ പരാതി കൊടുത്തില്ല? അപ്പോൾ അതിനുള്ള ഉത്തരവാണ്, ഈ 45 ദിവസത്തിനുള്ളിൽ പരാതി കൊടുക്കാൻ വേണ്ടി ഇത് മെഷീൻ റീഡബിൾ ഫോമാറ്റിലേക്ക് തരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും നമുക്ക് ഒരിക്കലും റീഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഇത് തരികയാണ് ചെയ്തത്. നമ്മുടെ ഫയലുകളായിട്ട് 6 മാസം സമയമെടുത്തത് ക്രാക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇത് ഇത്ര ലേറ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? ഇതിനകത്ത് നടപടി ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ ക്രമക്കേട് നടന്നിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തെളിവ് സഹിതം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി കോടതിയുള്ള ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ ഇത് നടത്തി ഇതിന്റെ ക്രമക്കേട് നടത്തിയവരൊക്കെ ശിക്ഷിക്കട്ടെ, അതൊക്കെ വേറെ വിഷയം. ജനങ്ങളും അവരും തമ്മിലുള്ള പോരാട്ടമാണ്. രാഹുൽ ഗാന്ധിയും അവരും തമ്മിലല്ല. നമ്മുടെ ജനാധിപത്യം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ വോട്ടുകൾ കൊള്ള ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മളും സംഘപരിവാറും തമ്മിലുള്ള പോരാട്ടമാണ്. ഇന്ത്യയും സംഘപരിവാറും തമ്മിലുള്ള പോരാട്ടം. ഇത് കേവലം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അവരോട് നടത്തുന്ന പോരാട്ടമായിട്ട് വ്യാഖ്യാനിച്ച് ചെറുതാക്കുകയല്ല വേണ്ടത്, നമ്മൾ ഉയരുകയാണ് വേണ്ടത്. ഇത് നമ്മളും അവരും തമ്മിലുള്ള പോരാട്ടമാണ്.